ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നീ എന്റെ മോളല്ലേ? നിന്നെ വളർത്തി വലുതാക്കിയ ആളോട് ആ നന്ദിയും കടപ്പാടും എനിക്ക് ഉണ്ടാവണ്ടേ? മോളെ പേടിക്കണ്ട. പ്രിയങ്കയെ നമുക്ക് രക്ഷിക്കാം. ഏറ്റവും നല്ലൊരു വക്കീലിനെ തന്നെ അമ്മ ഏർപ്പാടാക്കി തരാം. പിന്നെ പ്രിയങ്കയ്ക്ക് അനുകൂലമായി മോളുടെ മൊഴിയും കൂടി വരുമ്പോൾ അത് കോടതി മാനിക്കും. പ്രിയങ്കയെ വെറുതെ വിട്ടോളൂ. മോളെ, എന്താണോ എന്റെ മോൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നടക്കണം. അത് ഈ അമ്മയുടെ സ്വപ്നം. ഇവർ രണ്ടുപേരും പണം ആവശ്യപ്പെട്ട കാര്യം പ്രിയങ്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സഹായമാണെങ്കിൽ അത് ചെയ്തോളാൻ ഞാനും അവളോട് പറഞ്ഞു. എന്റെ അനിയത്തി ഒരിക്കലും എന്നെ കൊല്ലാൻ വേണ്ടി ആർക്കും പണം കൊടുത്തിട്ടില്ല. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് എന്റെ അനിയത്തിയെ കുറ്റക്കാരിയായിട്ട് കോടതി കാണരുത്. ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങളുടെ മേൽ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം വിചാരണ നടന്നപ്പോൾ നിങ്ങൾ വന്ന് ഇക്കാര്യം പറഞ്ഞില്ല? അത് വീഴ്ചയുടെ ആഘാതത്തില് ഞാൻ കിടപ്പിലായിരുന്നു. പ്രിയ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാ കാര്യങ്ങളുടെ ഗൗരവം എനിക്ക് ബോധ്യമാവുന്നത്. അതുകൊണ്ട് നേരിട്ട് കോടതിയിലേക്ക് വരാൻ ഞാൻ തീരുമാനിച്ചു. യുവർ ഓണർ, ഇതാണ് വാസ്തവമെന്നിരിക്കെ എങ്ങനെയാണ് എന്റെ കക്ഷി പ്രിയങ്ക ഈ കേസിൽ പ്രതിയാവുന്നത്? നിർഭാഗ്യവശാൽ സെന്റ് മാസ്റ്റർ രവീന്ദ്രനും അയാളുടെ തൊഴിലാളികളും തമ്മിലുള്ള പ്രശ്നത്തിൽ അറിയാതെ ചെന്ന് കുടുങ്ങുകയായിരുന്നു എന്റെ കക്ഷി പ്രിയങ്ക. അതുകൊണ്ട് രാധികയുടെ മൊഴി പൂർണ്ണ ബോധ്യത്തിലെടുത്ത് അനുകൂലമായ ഒരു തീരുമാനം പ്രിയങ്കയ്ക്ക് ഉണ്ടാവണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.